അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് അറബി വിളിച്ചു. അത് റസിയ ഭയത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ചെന്നു. അവൾ ബഹുമാനത്തോടു കൂടി അല്പം തല താഴ്ത്തി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്നു. റസിയ, എന്താ എൻ്റെ മുമ്പിൽ നീ ഇങ്ങനെ എത്രമാത്രം പേടിച്ച് നിൽക്കുന്നത്? നിനക്കെന്താ? അത് അർബ, ഞാൻ അങ്ങ് വിളിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതെ, ഞാൻ വിളിച്ചു തന്നെയാണ്. എനിക്ക് റസിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ? റസിയ ഒന്ന് ഭയന്നു. പഠിച്ചോനെ, എന്താ അർബ? അതായത് നിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ സിറ്റുവേഷനെല്ലാം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ റസിയക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാണ്. അതിനു മുമ്പായിട്ട് നിൻ്റെ സമ്മതം എനിക്ക് ആവശ്യമുണ്ട്. അർബ, അങ്ങ് എന്ത് പറയുന്നത്? അത് റസിയ, ഞാൻ പറ്റുമെങ്കിൽ നിൻ്റെ വീട്ടിൽ നിൻ്റെ ഉമ്മയല്ലേ ഉള്ളത്, ഉമ്മയോടൊന്ന് കാര്യങ്ങൾ സംസാരിക്കുക ആദ്യം, എന്നിട്ട് കാര്യത്തിലേക്ക് പ്രവേശിക്കാം. അങ്ങ് എന്താ പറയുന്നത്? റസിയ, ഇത്രയും സുന്ദരി പെണ്ണായ നീയെ ഈ വീട്ടിൽ ജോലി ചെയ്യുന്നത് എനിക്ക് സഹിക്കണില്ല. അതെ, നീ ജോലി ചെയ്യുമ്പോൾ എനിക്കെൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ്. അതുകൊണ്ട് റസിയ, ഞാൻ നിനക്കൊരു ജീവിതം തരുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. എന്നാൽ അത് കേട്ട അവൾ ഞെട്ടിത്തെറിച്ചു. റസിയ, റബ്ബേ! അവൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അതാ അർബാവിൻ്റെ മുമ്പിൽ നിന്നും തിരിഞ്ഞു പോകുമ്പോൾ, റസിയ എങ്ങോട്ടാ? ഞാനെന്താ ഒരു നല്ല കാര്യം പറഞ്ഞതിൽ നിനക്കിത്ര ഭയം എന്തിനാ? നീ എന്തിനാ കരയുന്നത്? അർബാവ്, പ്ലീസ്. എന്താ? നിനക്ക് ഭർത്താവില്ലല്ലോ? എനിക്ക് ഭർത്താവ് ഇല്ല. പക്ഷേ. എന്തു പക്ഷേ? നിൻ്റെ കൂടെ അന്ന് വന്നവൻ നിൻ്റെ ഭർത്താവല്ലല്ലോ. നിയമപരമായിട്ട് അതിൽ കാണുന്നില്ലല്ലോ. ഇല്ല, പക്ഷേ. എന്താണ്? എന്തുണ്ടെന്ന് തുറന്നു പറയുമോ? പിന്നെ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് ചില ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കേണ്ടി വരും. അതല്ലാതെ നിങ്ങളുടെ ഇഷ്ടം മാത്രമല്ല ഇവിടെ ലക്ഷ്യം. മനസ്സിലായല്ലോ? പിന്നെ നിൻ്റെ ഉമ്മയുടെ അല്ലെങ്കിൽ കാര്യപ്പെട്ട ആരുടെയെങ്കിലൊക്കെ ഒരു നമ്പർ എന്തെങ്കിലും തരൂ. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അല്ലെങ്കിൽ നീ തന്നെ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞേക്കൂ. എന്നാൽ റസിയ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ റൂമിലേക്ക് വന്നു. റബ്ബേ, ആദ്യമായിട്ട് വീട്ടിലേക്ക് പണം അയച്ച ദിവസം ഉമ്മാക്കൊക്കെ ഒത്തിരി സന്തോഷമായി. എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും നല്ല സുഖമാണെന്ന്. പക്ഷെ അറബി ആവശ്യപ്പെടുന്ന കാര്യം അതൊരിക്കൽ പോലും എനിക്ക് ഇല്ല. റബ്ബേ, എനിക്കതിനാവില്ല. പഠിച്ചോനെ, എനിക്കാവില്ല. എന്നാൽ അവൾ ബെഡിൽ കിടന്ന് പൊട്ടിക്കരയുന്നത് അതാ ഗദ്ദാമ കാണുന്നു. എന്താടി കിടന്ന് മോങ്ങുന്നത്? ഏയ് ഒന്നുമില്ല. എന്നാൽ ആ നിമിഷം തന്നെ ഗദ്ദാമയെ അറബി വിളിച്ചു. അതെ, അവളോട് പറഞ്ഞ് മനസ്സിലാക്കിയേക്ക് ഞാൻ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. അതിനുള്ള നടപടികളൊക്കെ പൂർത്തിയാക്കണം എത്രയും പെട്ടെന്ന്. അതും പറഞ്ഞിട്ട് അത് ഗദ്ദാമ തിരിച്ചു വരുമ്പോൾ, ഓഹോ, അപ്പം അതായിരുന്നു പ്ലാനിങ്. അതെ, നിന്നെ അർബാവ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണോ നീ ഇങ്ങനെ കിടന്ന് മോങ്ങുന്നത്? നിനക്കെന്താ വേറെ പണിയൊന്നുമില്ലേ? അത്രക്കും നല്ലൊരു ഭാഗ്യം കിട്ടുകയല്ലേ? എന്നാൽ ഗദ്ദാമക്കൊട്ടും ഇഷ്ടമില്ലായിരുന്നു അത്. ഇനിയിപ്പോൾ അവളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ വീട്ടിലെ ജോലികൾ മുഴുവൻ ഞാൻ ചെയ്യേണ്ടി വരും. അവൾ രാജകുമാരിയെപ്പോലെ ഇവിടെ നിൽക്കും എന്നുള്ള പല പല ചിന്തകളായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ റസിയക്ക് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് അർബാവ് എന്നെതിനായിരുന്നു വിളിച്ചു വരുത്തിയത്. അവൾക്കത് സഹിക്കാൻ കഴിയുന്നതിലപ്പുറമായിരുന്നു. അതെൻ്റെ സ്വപ്നമായിരിക്കും, അതൊരു തോന്നലായിരിക്കും. എന്നോട് അർബ അങ്ങനെ പറയുന്നില്ല. എങ്ങനെ പറയാൻ? എന്നോടിപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവോ? അങ്ങനെയൊന്നുമില്ല. ഞാനിവിടെ ജോലിക്ക് വേണ്ടി വന്നതല്ലേ. അല്ലെങ്കിൽ ചില അറബികൾ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം, അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആ രാത്രി അവൾക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു. അറബി എങ്ങാനും എന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ, അയ്യേ വേണ്ട, ഞാൻ ഒരിക്കൽ പോലും മനസ്സിൽ വിചാരിക്കാത്ത സംഭവമാണിത്. എനിക്കിഷ്ടമല്ല ഒരിക്കലും. റബ്ബേ, ഇവിടുത്തെ ജോലിയൊക്കെ എത്ര വേണമെങ്കിലും ഞാൻ ചെയ്തോളാം, അതൊന്നും എനിക്ക് വിഷയമല്ല. പക്ഷെ അറബി പറഞ്ഞ കാര്യം അതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ലല്ലോ. അവൾ സങ്കടപ്പെട്ടു.
എന്നാൽ ഈ സമയം അതാ ഗദ്ദാമയെ അറബി വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. എനിക്ക് അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. അവളുടെ വീട്ടിൽ എങ്ങനെയെങ്കിലും നീ ഒന്ന് അറിയിക്കണം. അല്ലാതെ ശരിയാവില്ല. എനിക്കൊരു ഭാര്യ എന്ന് പറഞ്ഞ ഒരുത്തിയുണ്ടല്ലോ, എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കുന്ന അവള്. അവളെ എനിക്ക് കണ്ണിൻ്റെ നേരെ കണ്ടുകൂടാ. ഞാനായിട്ട് ക്ഷമിച്ച് നിൽക്കുകയാണ്. അവൾ ചില്ലറക്കാരിയൊന്നുമല്ല. എനിക്ക് മറ്റൊന്നും അറിയണ്ട. എനിക്ക് പെട്ടെന്നൊരു വിവാഹം, അത് അവളെ കൊണ്ട്, അതും റസിയ. എനിക്ക് അവളെ കണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവളെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. എന്തൊക്കെ തന്നെയാലും അവളുടെ വീട്ടിലേക്ക് ഒന്ന് വിളിച്ച് കാര്യങ്ങളെല്ലാം പറയണം. എന്നാൽ അന്ന് ഗദ്ദാമ റസിയോട് ചോദിക്കുന്നു, നിൻ്റെ ഉമ്മയുടെ നമ്പർ ഒന്ന് തരൂ എനിക്ക്. എന്തിനാ? അല്ലേ ഒന്നിനുമല്ല, ഞാൻ വെറുതെ ഒന്ന്, ഇനിയിപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ വിളിക്കും പരക്കെ ചെയ്യാമല്ലോ. പറയാൻ പറ്റില്ല, നമ്മളെ വീട്ടുകാരുടെ നമ്പറൊക്കെ നമ്മൾ പരസ്പരം അങ്ങോട്ടും കൊണ്ട് കൊടുക്കണം. ഏതാ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ അറബി വീട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത്ര നല്ല ഇതൊന്നല്ല. അത് പലർക്കും പല പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും. ചിലർ വീട്ടിൽ റൂമിൽ പൂട്ടിയിടും, ചിലർക്ക് ഭക്ഷണം വെള്ളം കൊടുക്കൂല, നന്നായിട്ട് ജോലി എടുപ്പിക്കും. ഒരു പണിയില്ലെങ്കിൽ മുറ്റത്തെല്ലാം മണൽ കൊണ്ടുവന്നിടാനും അങ്ങനെയൊക്കെ പറയും. അങ്ങനത്തെ കഷ്ടപ്പെടുത്തുന്ന ഒരുപാട് അറബികളുണ്ട്. എല്ലാവരും നല്ലതാണെന്നല്ല. പക്ഷേ മോളെ, ഞാൻ ഒരു കാര്യം പറയാം. എപ്പോഴും നമ്മൾ തമ്മിൽ ഗദ്ദാമകളായി നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പറെങ്കിലും പരസ്പരം വീട്ടുകാരുടെ നമ്പറൊക്കെ ഒന്ന് ഉണ്ടാകണം, നല്ലതാണ്. ഏതാ പറയാൻ പറ്റില്ലല്ലോ. എന്നാൽ അല്പം ഭയത്തോടു കൂടി റസിയ അത് കൊടുക്കുന്നു, അവളുടെ ഉമ്മയുടെ നമ്പർ. സമാധാനമായി. ഇനി കാര്യങ്ങളൊക്കെ അറബി പറഞ്ഞ പോലെ പറയാം. അതിനുവേണ്ടി ഗദ്ദാമക്ക് അറബി നല്ല പാരിതോഷികം കൊടുത്തിട്ടുണ്ട്. അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സെറ്റാക്കണം. അവളൊരു പക്ഷേ അതിൽ നിന്ന് പിന്മാറും. എങ്ങനെയെങ്കിലും പറഞ്ഞ് അവൾ റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഗദ്ദാമയുടെ കൈകളിൽ അതാ അല്പം ക്യാഷ് അദ്ദേഹം കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കിട്ടിയപ്പോൾ ഗദ്ദാമക്കും വലിയ സന്തോഷമായി. ആയിക്കോട്ടെ, റസിയുടെ കാര്യം ഞാൻ എങ്ങനെയെങ്കിലും സെറ്റാക്കാം. എന്നാൽ മുത്തുവും ഷാമിലും അവരൊന്നും ഈ കാര്യമൊന്നും അറിയുന്നേ ഇല്ല, ഇവിടെ നടക്കുന്ന ഒന്നും. എന്നാൽ റസിയക്കാണെങ്കിൽ പുറത്തിറങ്ങാനും പറ്റാത്ത, ശരിക്കും ഒരു ജയിലിൽ അകപ്പെട്ടതുപോലെ തന്നെയാണ്. ഉമ്മുൽ ഖൈറിൻ്റെ അടുത്തേക്ക് പോകാൻ പരമാവധി ശ്രമിക്കും. പക്ഷേ ഇപ്പോഴവിടെ ക്ലോസ് ആണ്, ആ ഭാഗത്തേക്ക് പ്രവേശിക്കരുത് എന്ന് പ്രത്യേകം അറബി പറഞ്ഞത് കൊണ്ട് തന്നെ. കാരണം അറബി പറഞ്ഞു, അവൾ ഈ കാര്യം ഉമ്മുൽ ഖൈറിനോടെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ അങ്ങ് ഇല്ലാതെയാവും. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും അതിന് സമ്മതിക്കാൻ പാടില്ല. അവർ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടാകാൻ പാടില്ല. അതായിരുന്നു അറബി ആഗ്രഹിച്ചത്. അതുപോലെ നടക്കുകയും ചെയ്തു. ഉമ്മുൽ ഖൈറിനെ ഒന്ന് കാണണം, ഒന്ന് പൊട്ടിക്കരഞ്ഞ് കാര്യങ്ങൾ പറയണം എന്ന് അവൾക്ക് തോന്നി. പക്ഷേ പാസ്പോർട്ടെല്ലാം അറബിയുടെ കൈകളിലായതുകൊണ്ട് ഒന്ന് പുറത്തിറങ്ങാനും പറ്റില്ലല്ലോ റബ്ബേ. ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാൻ അത് പറ്റില്ല. എങ്ങോട്ടെന്ന് വിചാരിച്ച് പോകും? മരുഭൂമിയാണ്, ഒഴിഞ്ഞു കിടക്കുന്ന മരുഭൂമി. ആ ഒരു മരുഭൂമിയിലൂടെ നടന്ന് നടന്ന് തളർന്ന് വീണ് ഒടുവിൽ വെള്ളം കിട്ടാതെ മരിക്കേണ്ട അവസ്ഥയായിരിക്കും. പഠിച്ചോനെ, എന്താ ഞാൻ ചെയ്യുക? ഉമ്മുൽ ഖൈറിനെ ഒന്ന് കണ്ടാൽ സമാധാനമായിരുന്നു. പക്ഷേ ആ ഭാഗത്തേക്കുള്ള ആ വഴി തന്നെ അടച്ച രീതിയിലാണ് ഇപ്പോഴുള്ളത്. സത്യം പറഞ്ഞാൽ വല്ലാത്ത വിഷമം തോന്നുകയാണ് അവൾക്ക്. എന്നാൽ ഈ സമയം അതാ പിറ്റേ ദിവസം തന്നെ അവൾ അടുക്കളയിലെത്തി പാചകം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അറബി അങ്ങോട്ട് വരുന്നു. റസിയ, ഞാൻ പറഞ്ഞില്ലേ നീ കഷ്ടപ്പെടേണ്ടെന്ന്. നീ കഷ്ടപ്പെടേണ്ട. ഇനി മുതൽ നിനക്ക് ഈ വീട്ടിൽ നല്ലൊരു സ്ഥാനമുണ്ട് ഞാൻ. എന്നാൽ അത് കേൾക്കേണ്ട താമസം അവൾക്ക് സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വന്നു. അവൾ അർബാവിനെ ഒന്ന് ദേഷ്യത്തോടെ നോക്കണമെന്ന് തോന്നി. പക്ഷെ അവൾക്കതിന് കഴിഞ്ഞില്ല. കാരണം ഞാൻ അവരുടെ കീഴിൽ പണിയെടുക്കുന്ന അടിമകളാണ്. അടിമകളാകുമ്പോൾ അവർ പറയുന്നതിനനുസരിച്ച് നമ്മൾ നിൽക്കണം. അതല്ല എങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അവൾ ജോലിയെല്ലാം കഴിച്ചു വെച്ച് നേരെ അതാ കുളിക്കുവാൻ വേണ്ടി പോകുന്നു. അപ്പോഴാണ് ഗദ്ദാമ അത് ഓർത്തത്. അവളുടെ ഉമ്മാക്ക് ഒന്ന് വിളിക്കണം. ഉമ്മാക്ക് വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയണം. എന്തൊക്കെ തന്നെയാലും പട്ടിണിയും പരിവട്ടും അല്ലേ, അവർക്കിത് കേൾക്കുമ്പോൾ സന്തോഷമായിരിക്കും. എന്നാൽ ഗദ്ദാമയുടെ ഉള്ളിൽ അല്പം ദേഷ്യമുണ്ട്. എങ്കിലും അറബി തന്ന ക്യാഷിൻ്റെ കണക്കനുസരിച്ച് അങ്ങനെ ഒരു ഇതിനു വേണ്ടി അവർ ഒരുങ്ങുകയാണ്. ആ നമ്പറിലേക്ക് അപ്പോൾ തന്നെ ഗദ്ദാമ വിളിച്ചു. 2 പ്രാവശ്യം ബെല്ലടിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഇവരിത് എവിടെ പോയി കിടക്കുക? അങ്ങനെ 3ാമത്തെ പ്രാവശ്യം അടിച്ചപ്പോൾ, ഹലോ, ഇത് ഗൾഫിൽ നിന്നാണ്. ഗൾഫിൽ നിന്നോ? അതെ, ഞാൻ
റസിയുടെ കൂടെ ജോലി ചെയ്യുന്നേ ഗദ്ദാമയാണ്. ആണോ? എന്താ എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും? ഏയ് അതല്ല, നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. സന്തോഷ വാർത്തയോ? എന്ത് എന്ത് സന്തോഷ വാർത്ത? അതായത് നിങ്ങളുടെ മകൾ റസിയ സുന്ദരിയാണല്ലോ. ഇവിടുത്തെ അറബിക്ക് അവളെ നല്ലോണം അങ്ങോട്ട് പിടിച്ചിക്കണ്, അവളെ നല്ലോണം ഇഷ്ടപ്പെട്ടിക്കണ്. അതുകൊണ്ട് അവളെ കല്യാണം കഴിക്കണം എന്നൊരാഗ്രഹം അറബിക്കുണ്ട്. പിന്നെ നിങ്ങൾ എത്ര കഷ്ടപ്പാടിലാണെങ്കിലും അറബിയെ കല്യാണം കഴിച്ചാൽ അവർ കോടീശ്വരന്മാരല്ലേ. ഒരു കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാവില്ല. അറബിക്കാണെങ്കിൽ മക്കളും ഇല്ല, ഒരു ഭാര്യയുണ്ട് ഇവിടെ, പക്ഷെ അവിടെ തീരെ ടച്ചും കാര്യങ്ങളും ഇല്ല. ചുരുക്കി പറഞ്ഞാൽ അറബിയുടെ സ്ഥിതി വളരെയധികം മോശമാണ്. നിങ്ങളുടെ മകളെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അറബിക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ അവളുടെ നിക്കാഹ് നടത്തായിരുന്നു. അറബിക്ക് ഒരാളാവുമല്ലോ. പിന്നെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചൊന്നും നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, എല്ലാം നല്ലതാവും. അറബിയല്ലേ നിങ്ങളുടെ മരുമകനായിട്ട് വരുന്നത്. എന്താ? എന്നാൽ അത് കേട്ട ആ ഉമ്മ ശരിക്കും ഞെട്ടിപ്പോയി. അത് എനിക്കങ്ങനെ പറയാൻ പെട്ടെന്ന് അവർക്ക് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അതെ, എൻ്റെ മോള് കാര്യം മോള് സമ്മതിക്കുമോ എന്തോ അറിയില്ല. എനിക്കിഷ്ടമാണ്, എനിക്ക് കുഴപ്പമില്ല. മോളൊക്കെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചു വിടും. നിങ്ങൾക്ക് നല്ലൊരു ജീവിതം കിട്ടില്ലേ? നിങ്ങളുടെ മകൾക്കും തന്നെ നല്ലൊരു ജീവിതം. ഇവിടുത്തെ അറബി നല്ലൊരു മനുഷ്യനാണ്. ഗദ്ദാമ കാര്യങ്ങളെല്ലാം പറയുന്നു. എനിക്ക് സമ്മതമാണ്. എന്നാൽ നിങ്ങൾ മോളോടൊന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുക്കിട്ടോ വിളിക്കുമ്പോൾ. ആ എന്ന് ശരി. എന്നാൽ പാവം റസിയ ഇതൊന്നും അറിയുന്നില്ല. അത് ഉമ്മക്ക് വിളിച്ചതും കല്യാണക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചതും ഒന്നും അവൾ അറിയുന്നേ ഇല്ല. അവൾ എങ്ങനെയെങ്കിലും ഷാമിൽ വന്നിട്ട് ഷാമിലിനോട് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം, മുത്തുക്കിയോട് പറയണം എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു നിന്നത്. അതെ, ഒരുപാട് ദിവസമായി മുത്തുക്ക പാവം ആ ഒരു മരുഭൂമിയിൽ കഷ്ടപ്പെടുകയാണ്. ഞാനാണെങ്കിൽ ഇവിടെയും. പക്ഷേ ഇവിടെ ഇപ്പോൾ എനിക്ക് എന്തൊക്കെയൊരു മാറ്റങ്ങളൊക്കെ വരുന്ന പോലെ അവൾക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. അവൾ ഓരോന്ന് വിചാരിച്ചു. എന്നാലും അറബി പറഞ്ഞ കാര്യം ആലോചിച്ചപ്പോഴേ അവൾക്ക് വിഷമമാണ് വന്നത്. റബ്ബേ, അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ റബ്ബേ ആരോടെങ്കിലൊക്കെ? ഞാനിവിടെ പഠിച്ചോനെ. അത് വീട്ടിലത്തെ ബുദ്ധിമുട്ടും പ്രാരാബ്ദങ്ങളും തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് ജോലിക്ക് പോകുമ്പോഴത്തെ ആ ഒരവസ്ഥ അതൊക്കെ ആലോചിക്കുമ്പോൾ പേടി കൊണ്ടാണ്. അത് അവിടുത്തെ ആളും ജോലി ചെയ്യുമ്പോൾ പിറകിലിങ്ങനെ നോക്കി നിൽക്കും. അത് കാണുമ്പോൾ വല്ലാത്ത പ്രയാസമായിരുന്നു, വല്ലാത്തൊരു ടെൻഷനായിരുന്നു. അതിൽ നിന്നെല്ലാം കഴിച്ചിലായി അറബ് നാട്ടിലേക്ക് എത്തി. അവിടെ സ്വസ്ഥത ഉണ്ടാവുമെന്ന് വിചാരിച്ചപ്പോൾ ഇവിടെതാ ഇയാൾ. അത് വെറുതെ ചോദിച്ചതായിരിക്കും അവൾ മനസ്സിൽ വിചാരിച്ചു. എന്നാൽ അന്നും അവൾ പതിവ് പോലെ തന്നെ ജോലിയിലും കാര്യങ്ങളിലെല്ലാം ഏർപ്പെട്ട് കഴിഞ്ഞു. റമദാൻ എടുത്തത് കൊണ്ട് തന്നെ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു ആ ഒരു വീട്ടിൽ. പഴയ സാധനങ്ങളെല്ലാം ഒഴിവാക്കലും പുതിയതെല്ലാം വെക്കലും, അതുപോലെ നോമ്പ് മുഴുവനായിട്ടുള്ള ദിവസങ്ങൾക്കുള്ള ഹുബ്ബൂസ് ഉണ്ടാക്കലും, അങ്ങനെ ഒരുപാട് അതെല്ലാം അവൾ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് തന്നെ ചെയ്തു. അവൾ ഒരിക്കൽ പോലും ഒന്നിലും മടി കാണിച്ചില്ല. കാരണം ഞാൻ വാങ്ങുന്ന പൈസക്ക് ആത്മാർത്ഥതയോടെയുള്ള ജോലി ചെയ്ത് മാന്യമായ ശമ്പളമേ ഞാൻ വാങ്ങുള്ളൂ, അല്ലാതെ ഒരിക്കൽ പോലും എനിക്ക് വേണ്ടാത്തതൊന്നും അതൊന്നും ഞാൻ വാങ്ങില്ല. അവൾ ആത്മാർത്ഥതയോടെ പണിയെടുക്കുന്ന പെണ്ണായിരുന്നു റസിയ. അതെല്ലായിടത്തും അവൾ അങ്ങനെ തന്നെ നല്ല രീതിയിൽ നിൽക്കും. എന്നാൽ ഈ അറബി വീട്ടിൽ അത് ഓരോന്ന് കേൾക്കാം അറബികളെ കുറിച്ചൊക്കെ. ചില അറബികൾ നല്ലതുണ്ടാവും, ചിലത് ചീത്തയുണ്ടാവും. സത്യം പറഞ്ഞാൽ ഈ അറബിയെക്കുറിച്ച് എന്താണെന്ന് എനിക്കറിയുന്നില്ല. ഇയാളിനെ വിവാഹം കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ടെന്നൊക്കെ തോന്നുന്നു. പഠിച്ചോനെ അല്ലാ, ഒരിക്കൽ പോലും ഞാനത് മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ. ശരിയാണ്, ചിലർ പറയാം അറബി വിവാഹം കഴിച്ചാൽ നല്ല സുഖമാണെന്നൊക്കെ. എന്നാൽ ഈ സമയം ഗദ്ദാമ്മ അവളുടെ അടുത്തേക്ക്, റസിയ എന്താടി ആലോചിച്ചിരിക്കണത്? ആ എന്നാഞ്ഞിപ്പോൾ അധികം വൈകണ്ട കേട്ടോ, എല്ലാം പെട്ടെന്ന് ആയിക്കോട്ടെ. എന്ത് എന്ത് അല്ലേ, നിനക്കൊക്കെ ഭാഗ്യം ലഭിച്ചില്ലേ. ഞാനൊക്കെ ഇവിടെ എത്ര കൊല്ലമായി കഷ്ടപ്പെടുന്നു, എന്നിട്ട് പോലും ആ മൂപ്പർക്ക് എന്നോട് അങ്ങനത്തെ ഒരു തോന്നലൊന്നും ഉണ്ടായിട്ടില്ല. അന്നെ കണ്ടപ്പം തന്നെ അന്നെ നിക്കാഹ് കഴിക്കണം എന്നുള്ളൊരു ആശ മൂപ്പരെ മനസ്സിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് റസിയ ഇനി എതിരൊന്നും പറയാൻ നിൽക്കണ്ട, വേഗം അങ്ങോട്ട്. നിനക്ക് നല്ലൊരു ജീവിതമാണ് കിട്ടുന്നത്. നിൻ്റെ ജീവിതത്തിന് കഷ്ടപ്പാട് കഴിഞ്ഞു അറബി കെട്ടിക്കഴിഞ്ഞാൽ. എന്നാൽ റസിയ അത് കേട്ടൊരു നിമിഷം പറഞ്ഞു, നിങ്ങൾ എന്താ പറയുന്നത്? ഞാൻ
ഇവിടെ കല്യാണം കഴിക്കാൻ വന്നാലല്ലേ, ഇവിടുത്തെ ജോലി ചെയ്യാൻ വന്നാലല്ലേ. മോളെ, ഇവിടുത്തെ ജോലി ചെയ്യണേ കുഴപ്പമില്ല, പക്ഷെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ നിനക്കെല്ലാം കിട്ടും, വെറുതെ കഷ്ടപ്പെടണ്ട. അതെ, ദയവായി നിങ്ങൾ ഈ രീതിയിലുള്ള സംസാരങ്ങൾ എന്നോട് സംസാരിക്കണ്ട. എനിക്കതിന് താല്പര്യമില്ല. ഞാൻ ഇവിടുത്തെ ജോലിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഞാൻ ചെയ്തോളാം. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാൽ ഈ സമയം നാട്ടിൽ ഉമ്മയുടെ മനസ്സിൽ പല പല ചിന്തകളായിരുന്നു. ഓ, എന്തൊക്കെയാണിപ്പോൾ ഞാൻ കേട്ടത്. സത്യത്തിൽ ഇതിപ്പോൾ എൻ്റെ അനിയത്തിനോടൊന്ന് പറയണമല്ലോ എനിക്ക്. ഓളോട് പറഞ്ഞ് സന്തോഷം പങ്കുകയാണല്ലോ, അല്ല ശരിയാവില്ലല്ലോ. ഇതിപ്പോൾ നല്ലൊരു സന്തോഷ വാർത്ത തന്നെയാണല്ലോ കേട്ടത്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ആ രാത്രി ഉറക്കം വരുന്നില്ലായിരുന്നു. എല്ലാം കൂടി ആലോചിച്ചിട്ട് നാളെ മോള് വിളിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം. അങ്ങനെ അതാ മകളുടെ വിളിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എനിക്ക് അങ്ങോട്ട് വിളിച്ചിട്ടിപ്പോൾ കിട്ടൂല. ഏതായാലും അവൾ ഇങ്ങോട്ട് വിളിക്കട്ടെ. കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ മോള് ഉമ്മയെ വിളിച്ചു. എന്നും സുബഹി നിസ്കാരം കഴിഞ്ഞ് അല്പം ഖുർആൻ പാരായണം കഴിഞ്ഞ് റസിയ ഉമ്മാക്ക് വിളിക്കും. അന്നും ഉമ്മക്ക് വിളിച്ചു. ഹലോ ഉമ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോളെ, നമ്മളെ ദുരിതകാലം അവസാനിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു ദുരിതകാലോ. ആർക്ക്? അല്ല മോളെ, നമ്മളീ കടും കള്ളിയും ഒക്കെ അങ്ങോട്ട് പോയി കിട്ടുകയെന്ന് വെച്ചാൽ വലിയൊരു ഭാഗ്യം തന്നെയല്ലേ. ഉമ്മ മനസ്സിലായില്ല. അതിലൊക്കെ ഇപ്പോൾ അത് പൈസ ഉണ്ടോ ഉമ്മ? അതല്ല മോളെ, ഞാൻ പറയണതൊന്നുമല്ല. അന്നപ്പോൾ നല്ലൊരാൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്തൊരു സുഖമായിരുന്നു. ഉമ്മ എന്താ പറയണത്? നല്ലൊരാളോ? നല്ലൊരാളെന്ന് വെച്ചാൽ അതൊക്കെ ഉമ്മ ഇൻഷാ അല്ലാ അതൊക്കെ ആയിക്കോളും. ഏതായാലും ഇപ്പം മുത്തുക്കാക്ക് നല്ല ജോലിയൊക്കെ ഉണ്ടല്ലോ. വൈകാതെ ഇൻഷാ അല്ലാ പണമൊക്കെ ഉണ്ടാക്കിയിട്ട്. മുത്തുക്കേ, അല്ല ഇജിപ്പോൾ ആ കേസ് വിട്ടിട്ടില്ലേ? ഉമ്മ, അതിന് ഞങ്ങൾ എന്താടി, ചെറുപ്പം മുതൽ എനിക്ക് ഓനോട് ഇഷ്ടമുണ്ടേന്, അതൊക്കെ കഴിഞ്ഞു പോയി. അല്ല ഇപ്പോഴും മുത്തുക്കാന്ന് നടക്കുക. ഉമ്മയുടെ വാക്ക് കേട്ട് അവൾ ശരിക്കും ഞെട്ടിപ്പോയി. എന്താ റബ്ബേ. അതെ, ആ ദരിദ്രവാസിനെ ഒഴിവാക്കിയിട്ട് എനിക്ക് നല്ലൊരു ബന്ധം ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. ആദ്യം നമുക്കാണ് കണക്റ്റ് ആക്കുക. ഉമ്മ, നിങ്ങൾ എന്തേ പറയണത്? അതേടി, അന്നെ വിവാഹം ആലോചിച്ചത് ഒരു അറബിയാണ്. ഞാൻ അത് സുലൈഖാനോടൊക്കെ പറട്ടെ. എനിക്ക് ഭയങ്കര സന്തോഷം. അറബിയാൾ കെട്ടുക ചില്ലറല്ല മോളെ. അറബിയാൾ എന്ന് വെച്ചാൽ ഓരോരുത്തർ എത്തിക്കിട്ടേ നമ്മൾ കഴിച്ചിലായി. ഉമ്മ, നിങ്ങളെന്തേ പറയുന്നത്? നിങ്ങളെന്ത് പറയുന്നത്? അതേടി, അറബി കല്യാണം ആലോചിച്ചിരിക്കണം. അത് ഞാൻ ഇവിടെ അറിഞ്ഞിരിക്കണം. എനിക്കിവിടെ ന്യൂസ് കിട്ടിയിരിക്കണേ. ഉമ്മ, അത് വെറുതെ പറയുന്നതാണ് ഉമ്മ. ആരാണ് നിങ്ങളിവിടെ പറഞ്ഞത്? ആരൊക്കെ അതൊക്കെ ഇവിടെ അറിഞ്ഞിരിക്കണേ ഞാൻ. ഇതൊന്നും നോക്കണ്ട മോളെ. നമ്മളെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെയാണ് മാറിക്കോളല്ലോ. അത് എനിക്ക് പറഞ്ഞെടുക്കാനൊരു അഭിമാനം തന്നെയല്ലേ ഉമ്മ. എൻ്റെ ഉമ്മ എന്ത് ഇങ്ങനെ? ഞാൻ എങ്ങനെയാണെങ്കിലും നാളെ തന്നെ വിമാനത്തിന് കയറിയാണ്ട് വരും കേട്ടോ. കണ്ടില്ലേ വിമാനം. എന്താ മോളെ ഈ പറയണത്? ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. വിമാനത്തിൽ കയറി വരാനൊന്നും ഈ നിൽക്കണ്ട. പിന്നെ ഞാൻ പറഞ്ഞ ഈ കേട്ടോ ഉമ്മ. എൻ്റെ ഉമ്മ ഇങ്ങനെയല്ലായിരുന്നല്ലോ. പണം കുറച്ച് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉമ്മക്ക് അത്യാഗ്രഹം കൂടിയ ഉമ്മ. ആ ദരിദ്രവാസി മുത്തുവെ ഞാൻ ഒഴിവാക്ക് ആദ്യം എൻ്റെ മനസ്സ്. നിന്നാൽ തന്നെ എനിക്ക് എല്ലാം റാഹത്താകും. ഉമ്മ, എന്താ ഉമ്മങ്ങളീ പറയണത്? പൊന്നാര മോളെ, നമ്മൾ രക്ഷപ്പെടും. ഇജ്ജ് വേറെ ഒന്നിനും നിൽക്കല്ലേ ഇപ്പോൾ തൽക്കാലം. ഒന്ന് സമ്മതം മൂളി കൊടുക്ക് പെണ്ണേ. എനിക്ക് സമ്മതമാണ് അറബിനെ മനോഹരനായി സ്വീകരിക്കാൻ. ഇനി ഈ ഒന്ന് സമ്മതം മൂളി കൊടുക്ക്. എന്നാൽ സത്യം പറഞ്ഞാൽ അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അത്. പഠിച്ചോനെ, എന്നോട് ഉമ്മുൽ ഖൈർ പറഞ്ഞിട്ടുണ്ട് മോളെ ശ്രദ്ധിക്കണം എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ ഇതാ എനിക്ക് വല്ലാത്തൊരു അബദ്ധമാണല്ലോ റബ്ബേ പറ്റിപ്പോയത്. അവൾ മനസ്സിൽ വിചാരിച്ചു. അറബി വീട്ടിലെ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴെല്ലാം അവൾക്ക് മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത വിങ്ങലായിരുന്നു. ഒരു നിമിഷം അവൾ ഉമ്മുൽ ഖൈറിനെ ഓർത്തു. പാവം സ്ത്രീ, അത് ഒരുപാട് കഷ്ടപ്പെട്ടു. ഭർത്താവിൻ്റെ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ കൊണ്ട് വിഷമിച്ച ഒരു സ്ത്രീയാണത്. പഠിച്ചവനെ, അവരെ ഒന്ന് ശരിക്കും എനിക്ക് കാണാൻ പോലും സമയം കിട്ടുന്നില്ലല്ലോ. അല്ലാ. റസിയ പൊട്ടിക്കരഞ്ഞു. ഇൻഷാ അല്ലാ എന്തായിത്തീരും. റസിയയെ അറബി കല്യാണം കഴിക്കുമോ അതോ രക്ഷകനായി നമ്മുടെ ഷാമിൽ എത്തുമോ, നമ്മുടെ ഉമ്മുൽ ഖൈർ എത്തുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.